ഉക്രൈനിൽ തീമഴ പെയ്യിച്ച് റഷ്യ. ഉക്രൈനിലേക്കുള്ള ആക്രമണം റഷ്യ കടുപ്പിച്ചു. 200 ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉക്രൈനിലേക്ക് തൊടുത്തു. ഉക്രൈന്റെ ആസ്ഥാനമായ കീവ്, ഉക്രൈന്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ, ഉക്രൈന്റെ മധ്യമേഖല തുടങ്ങിയിടത്താണ് ശക്തമായ ആക്രമണം റഷ്യ നടത്തിയത്. റഷ്യയുടെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും പരീക്ഷണശാലയായി മാറി ഉക്രൈൻ ഇപ്പോൾ. ഉക്രൈൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അതിനിടയിൽ ഉക്രൈനെ സഹായിക്കാനെത്തിയ അമേരിക്കയുടെ സൈനികരും കൊല്ലപ്പെട്ടു, സൈനിക വിദഗ്ധരും കൊല്ലപ്പെട്ടു. വടക്കൻ സുമി മേഖലയിൽ അമേരിക്കൻ നിർമ്മിത മിസൈൽ ലോഞ്ചറുകൾ തകർത്ത് തരിപ്പണമാക്കി റഷ്യ. ചുരുക്കത്തിൽ റഷ്യയുടെ സംഹാര താണ്ഡവമാണ് ഉക്രൈനിൽ കാണുന്നത്. ഇതുവരെ ഉക്രൈൻ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിച്ചത് ഒരു സൈനിക നടപടി മാത്രമാണ് എന്നാണ്. പക്ഷേ ആ സൈനിക നടപടിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കീവ് അടക്കമുള്ള ഉക്രൈന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ കനത്ത ആക്രമണമാണ് റഷ്യ നടത്തിയത്. ഉക്രൈനിലെ വൈദ്യുതി നിലയം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി. കീവിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഉക്രൈൻ നിവാസികൾ ഇരുട്ടിലായി മാറി. ഉക്രൈനിലെ വൈദ്യുതി നിലയം തകർത്തതിന് പിന്നാലെയാണ് അമേരിക്കൻ നിർമ്മിത മിസൈൽ ലോഞ്ചറുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. ഇതോടുകൂടി അമേരിക്കയെ റഷ്യ നേർക്കുനേർ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധം നടന്നിരുന്നു. ആ ശീതയുദ്ധത്തിന്റെ അലയൊലികൾ ലോകത്തെ പരിഭ്രമത്തിൽ ആക്കിയിരുന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നു. അമേരിക്ക ഒന്നാം നമ്പർ ശക്തിയായി മാറി. റഷ്യ പതിയെ രണ്ടാം നമ്പർ ശക്തിയായി മാറി. ലോകത്തെ ആയുധശേഷിയിലും ആൾബലത്തിലും അമേരിക്കയ്ക്ക് തൊട്ടു പിന്നിലാണ് റഷ്യ. ആയുധശേഷിയിൽ, ആൾബലത്തിൽ റഷ്യയാണ് കൂടുതൽ. എന്തായാലും അമേരിക്കൻ സൈനികരെ റഷ്യ കൊന്നു തള്ളിയത് അമേരിക്കയ്ക്കുള്ള സൂചനയാണ്. ഉക്രൈനെ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞാൽ പണി എട്ടിൻ്റെതാകും തിരിച്ചു കിട്ടുക എന്ന് റഷ്യ അമേരിക്കയോട് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. 200 ഡ്രോണുകളും 200-ലധികം മിസൈലുകളുമാണ് ഉക്രൈനിലേക്ക് റഷ്യ തൊടുത്തുവിട്ടത്. 5 ലക്ഷത്തിലധികം ഉക്രൈൻ ഭടന്മാർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇനിയും കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കാം. കാരണം അത്തരത്തിലുള്ളൊരു ആക്രമണമാണ് റഷ്യ നടത്തുന്നത്. ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ശക്തമായ ഒരു ആക്രമണമാണ് റഷ്യ നടത്തിയത്. സെലൻസ്കി താമസിക്കുന്നത് കീവിലാണ്. കീവിലെ അതിസുരക്ഷാ മേഖലയിലാണ് ഉക്രൈന്റെ എല്ലാമായ സെലൻസ്കി താമസിക്കുന്നത്. അവിടം ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തിയതോടെ സെലൻസ്കിയുടെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. സെലൻസ്കിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനെല്ലാം പുറമെയാണ് നാണം കിട്ടത് അമേരിക്ക. അമേരിക്കൻ സൈനികർ ഉക്രൈനിലുണ്ടെന്ന് റഷ്യ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അമേരിക്കൻ സൈനികരും സൈനിക വിദഗ്ധരും ഒക്കെ ഉക്രൈനിൽ തമ്പടിച്ച് റഷ്യക്കെതിരായ യുദ്ധം ആസൂത്രണം ചെയ്യുന്നു എന്നതായിരുന്നു റഷ്യയുടെ ആരോപണം. അമേരിക്കൻ സൈനിക വിദഗ്ധരെ കൊന്നതോടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് അറിയില്ല. കൊന്നതായി റഷ്യയുടെ ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു. എന്തായാലും അമേരിക്കൻ സൈനിക വിദഗ്ധർ കൊല്ലപ്പെട്ടതോടെ ഉക്രൈനിൽ അമേരിക്കൻ സൈനികർ ഉണ്ട് ഉക്രൈനെ സഹായിക്കാൻ എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. മാത്രമല്ല, ഉത്തര കൊറിയൻ സൈനികരും ഇപ്പോൾ റഷ്യക്കൊപ്പമുണ്ട്. 12,000 ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യക്കൊപ്പം നിൽക്കുന്നത്. റഷ്യൻ വിരുദ്ധർ പറയുന്നത് അതിൽ 500 ഉത്തര കൊറിയൻ സൈനികരെ ഉക്രൈൻ വധിച്ചു എന്നാണ്. എങ്ങനെ വധിച്ചു, ഏത് രീതിയിൽ വധിച്ചു എന്നൊന്നും പറയുന്നില്ല. ഉക്രൈൻ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് തന്നെ അമേരിക്കയുടെ ബലത്തിലാണ്, നാറ്റോ രാജ്യങ്ങളുടെ ബലത്തിലാണ്. ജർമ്മനിയും ഫ്രാൻസും ഈ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ അകമഴിഞ്ഞ് ഉക്രൈനെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അവർ രൂക്ഷമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. എന്തായാലും ആ രൂക്ഷമായ ചെറുത്തുനിൽപ്പ് ഇപ്പോൾ ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിഭയാനകമായ ആക്രമണമാണ് റഷ്യ ഉക്രൈനു മേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്.